നമുക്ക് ഒരു പ്രാണായാമം കൂടി, അതായത് ഭ്രാമരി പ്രാണായാമം എന്ന് പറയും. ഭ്രാമരി പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ട് മൂളുന്ന ശബ്ദം നമ്മൾ പുറപ്പെടുവിച്ചാണ് ഈ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രാണായാമമാണ്. നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ മാറ്റുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രാണായാമമാണ് ഭ്രാമരി പ്രാണായാമം. വളരെ ശ്രദ്ധയോടെ അത് പ്രാക്ടീസ് ചെയ്യുക. വളരെ ഈസിയാണ്, എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഈസിയായിട്ട് സാധിക്കുന്ന ഒരു പ്രാണായാമമാണ്. ഇതിനകത്തൊരു മുദ്രയുണ്ട്. നമുക്ക് ആ ഒരു മുദ്ര ആദ്യം ഒന്ന് പരിചയപ്പെടാം. ബദ്ധ യോന്യാസം എന്നാണ് അതിന് പറയുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മുദ്രയുടെ പേര് ബദ്ധ യോന്യാസം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈ ഇങ്ങനെ മടക്കിയിട്ട് ഇതിനെ തള്ള വിരൽ മാത്രം ചെവിയുടെ ഭാഗത്തേക്ക് സോഫ്റ്റ് ആയിട്ട് വെക്കണം. ഇടിച്ചകത്തോട്ട് കയറ്റരുത്. വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വയ്ക്കുക. കണ്ടോ? തള്ള വിരൽ ചെവിയുടെ ഭാഗത്തേക്ക്. തൊട്ടടുത്ത വിരൽ നിങ്ങളുടെ കണ്ണ് സോഫ്റ്റായിട്ട് അടയ്ക്കണം. തൊട്ടടുത്ത വിരൽ രണ്ട് കൈൻ്റെ മൂക്കിൻ്റെ ഇരുവശങ്ങളിൽ എഡ്ജിൽ ടച്ച് ചെയ്യണം. മൂക്ക് അടയ്ക്കരുത്. ബാക്കി വരുന്ന രണ്ട് വിരലുകൾ നമ്മുടെ ചുണ്ടിന് മുകളിലും ചുണ്ടിന് താഴെ ഇതേ രീതിയിൽ വയ്ക്കണം. തള്ളവിരൽ രണ്ട് ചെവിയുടെ അകത്തേക്ക്, ഒരുപാട് അകത്തേക്ക് വെക്കരുത്. തൊട്ടടുത്ത വിരൽ കണ്ണിൻ്റെ ഭാഗത്ത്, കണ്ണ് മുറുക്കി അടയ്ക്കരുത്. സോഫ്റ്റ് ടച്ചാണ്. തൊട്ടടുത്ത വിരൽ ഇരുവശങ്ങളിലും, എവിടെ? മൂക്കിൻ്റെ ഇരുവശങ്ങളിലും. അതിനുശേഷം ചുണ്ടിൻ്റെ മുകളിലും താഴെ. കണ്ടോ? ഇതിന് പറയുന്നതാണ് ബദ്ധ വിന്യാസം. ഇത് ഭ്രാമരി പ്രാണായാമം ചെയ്യുന്നതിന് നമ്മൾ ഒരു മുദ്ര ശീലിക്കുന്നു. ആ മുദ്രയാണ് നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്തത്. ഇനി ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചെവിക്കകത്തോട് കൈ വെച്ചാൽ പിന്നെ കേൾക്കാൻ പറ്റില്ല. അവർ പിന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ആദ്യം ശ്രദ്ധിക്കാം. ഇവിടെ ഇതുപോലെ മുദ്രയിലേക്ക് വെച്ചതിന് ശേഷം ദീർഘമായി സാവകാശം ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കണം. അതിനുശേഷം ഒരു വണ്ട് മൂളുന്ന ശബ്ദം, അവിടെ ഒരു തീപ്പെട്ടിക്കകത്ത് ഒരു വണ്ടിനെ പിടിച്ചിട്ടാൽ അത് നമ്മൾ ചെവിയുടെ ഭാഗത്തേക്ക് വെച്ച് ഒരു സൗണ്ട് കേൾക്കുമല്ലോ, ആ ശബ്ദം. അതല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലെ ഐയും എമ്മും ഇം എന്നുള്ള ശബ്ദം എത്രത്തോളം നിങ്ങൾക്ക് ദീർഘമായി ഉച്ചരിക്കാൻ സാധിക്കുന്നു അത്രത്തോളം ദീർഘമായിട്ട് ഉച്ചരിക്കണം. ഉച്ചരിച്ച് തീരുന്ന സമയത്ത്, അതായത് പിന്നീട് നമുക്ക് ഉച്ചരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിന്നും ദീർഘമായി സാവകാശം ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. ശ്വാസം ദീർഘമായിട്ട് എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഈ പറഞ്ഞ വണ്ട് മൂളുന്ന ശബ്ദം അല്ലെങ്കിൽ ഐ എം എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരമാലയുടെ ഐ ഇം എന്നുള്ള ശബ്ദം എത്രത്തോളം ദീർഘമായിട്ട് ഉച്ചരിക്കാമോ അത്രത്തോളം ദീർഘമായിട്ട് ഉച്ചരിക്കണം. ഇം എന്നുള്ള ശബ്ദം ഉച്ചരിക്കുമ്പം നിങ്ങളുടെ നാക്ക് നിങ്ങളുടെ മേലെണ്ണാക്കിലേക്ക് ടച്ച് ആവണം. നാക്ക് മേലെണ്ണാക്കിൽ ടച്ചായിരുന്നാണ് ആ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു തവണ ചെയ്ത് കാണിക്കാം. ആദ്യം നമ്മൾ ആ മുദ്രയിലേക്ക് വരണം. തള്ളവിരൽ ചെവിയുടെ ഭാഗത്തേക്ക്, തൊട്ടടുത്ത വിരൽ കണ്ണിൻ്റെ ഭാഗത്തേക്ക്, തൊട്ടടുത്ത വിരൽ മൂക്കിൻ്റെ സൈഡിലേക്ക്, അതിനടുത്ത രണ്ട് വിരൽ ചുണ്ടിന് മുകളിൽ താഴെ. ഇതാണ് മുദ്ര. മുദ്ര ശീലിച്ചതിന് ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. ഇൻഹേൽ. ഇനി ഇം എന്നുള്ള ശബ്ദം ഇം ചൊല്ലി തീരുമ്പം എത്രത്തോളം ദീർഘിപ്പിക്കാമോ അത്രത്തോളം ദീർഘിപ്പിക്കുക. തീരുമ്പം അപ്പോഴെ തന്നെ അവിടെ നിന്ന് ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. വീണ്ടും ഇം. വീണ്ടും ഇൻഹലേഷൻ, ചാൻഡിംകാര. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ ഒരു ശബ്ദം നിങ്ങളുടെ ബ്രെയിൻ സെൽസിനെ വളരെയധികം സ്റ്റിമുലേറ്റ് ചെയ്യും. നിങ്ങളുടെ ബ്രെയിൻ സെൽസിലെ എല്ലാ നെർവ്സിനെയും ഉത്തേജിപ്പിക്കും. നമുക്ക് ഭയങ്കരമായിട്ട് ഉന്മേഷം, നമ്മൾ വളരെ ക്ഷീണിച്ച് ഡെസ്പായിട്ടിരിക്കുന്ന അവസ്ഥയിൽ വളരെ ഒരു സ്ട്രെസ്ഡായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഉത്തമമായ ഒരു ഔഷധമാണ് ഭ്രാമരി പ്രാണായാമം. നിങ്ങൾ രാവിലെയും വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയുള്ളവർ എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ വിഷമങ്ങളോ ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറും. കാരണം ബ്രെയിൻ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം അവിടുത്തെ ഹോർമോൺസിൻ്റെ ഉൽപ്പാദനവും കെമിക്കൽസിൻ്റെ ഉൽപ്പാദനവും ഒക്കെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് വളരെയധികം നമുക്ക് ഗുണം ചെയ്യുന്നൊരു പ്രാണായാമം കൂടിയാണ് ഈ ഒരു ഭ്രാമരി പ്രാണായാമം. നല്ല രീതിയിൽ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം.